നമസ്കാരം. നമ്മുടെ നാട്ടിലെ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന പ്രാദേശിക മാധ്യമങ്ങൾ ശരിക്കും ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ടെക്നോളജി ഇങ്ങനെ പറക്കുമ്പോൾ നമ്മുടെ ലോക്കൽ ജേർണലിസം എങ്ങനെയാണ് ഇതിനൊപ്പം പിടിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചിയിലെ നടന്ന വാർത്താ ലാബ് എന്ന ഈ ഗംഭീര മാധ്യമ ശില്പശാല കൃത്യമായി ഈ ഒരു മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കിടിലൻ കാലഘട്ടത്തിൽ പ്രാദേശിക പത്രപ്രവർത്തനം അതിൻ്റെ സാമൂഹിക വേരുകൾ അറുത്തുമാറ്റാതെ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? ഇതൊരു ചെറിയ ചോദ്യമല്ല കേട്ടോ. കാരണം പുതിയ ടെക്നോളജിയുടെ പുറകെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ അടിസ്ഥാന കടമകൾ നമ്മൾ മറന്നുപോകാറുണ്ട്. പക്ഷേ ഇന്നത്തെ ലോക്കൽ ജേർണലിസ്റ്റുകൾ എങ്ങനെയാണ് ഈ AI ടൂളുകളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇത് ശരിക്കും നാളത്തെ മാധ്യമ പ്രവർത്തനത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് വാർത്താലാബിലേക്ക് തന്നെ സ്വാഗതം. ഇതൊരു സാധാരണ മീറ്റിംഗ് ആയിരുന്നില്ല കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIBയും നമ്മുടെ മരട് പ്രസ് ക്ലബ്ബും കൂടി കൈകോർത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലാ കലക്ടർ G. പ്രിയങ്കയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭരണകൂടവും പ്രാദേശിക മാധ്യമങ്ങളും തമ്മിലുള്ള ഈയൊരു കൂട്ടായ്മ ശരിക്കും എന്തു വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നതല്ലേ? പ്രാദേശിക മാധ്യമങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ ഇത്തരം സപ്പോർട്ടുകൾ വലിയൊരു ബൂസ്റ്റ് തന്നെയാണ് നൽകുന്നത്. ഈയൊരു ഗംഭീര കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത് PIBയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിച്ചാമിയാണ്. അധ്യക്ഷ പ്രസംഗം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഒപ്പം മരട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TS ചന്ദ്രകലാധരൻ മുഖ്യപ്രഭാഷണവും നടത്തി. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. പളനിസ്വാമി സർ ആക്ച്വലി കുറെ ദീർഘമായിട്ട് സംസാരിച്ചു, കുറെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എങ്ങനെയാണ് ഈ ന്യൂസ് ട്രെൻഡ് പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1990s ഒരു 15 മിനിറ്റ്സ് ഒരു ഹിന്ദി ന്യൂസും ഒരു 15 മിനിറ്റ്സ് ഇംഗ്ലീഷ് ന്യൂസും ആ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഒരു 2000s നമ്മൾ വന്നപ്പോൾ നമുക്ക് 24/7 ന്യൂസ് കിട്ടാൻ തുടങ്ങി. ബട്ട് നൗ ഈ ഒരു റീസെന്റ് കാലഘട്ടത്തിൽ ഒരു 3 ചേഞ്ചസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഒരു ട്രഡീഷണൽ മീഡിയാസ് അല്ലാതെ ഇപ്പോൾ ഒത്തിരി സോഷ്യൽ മീഡിയയിൽ കൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടെ ന്യൂസ് ഇല്ലെങ്കിൽ വാർത്തകൾ, ചർച്ചകൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ബിഗ് ചാലഞ്ച്. ഡെഫിനറ്റ്ലി ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, എല്ലാവർക്കും ഇങ്ങനെയുള്ള വാർത്തകൾ, ചർച്ചകൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് നമുക്കറിയാം ഒത്തിരി പേര് ഇത് ചെയ്യുന്നത് കൊണ്ട് അതിൽ കുറെ കോംപ്ലക്സിറ്റീസ് വരുന്നുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ചർച്ചകൾ എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല. സോ ഒരു ട്രഡീഷണൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഇങ്ങനെ ഒത്തിരി ചാനൽസിൽ നമുക്ക് ഇപ്പോൾ ന്യൂസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം സ്പെഷ്യലി ബിക്കോസ് ഓഫ് ബീയിങ് ഡിസ്ട്രിക്ട് കളക്ടർ, നെഗറ്റീവ് ന്യൂസ് സെൽസ് മോർ അല്ലെ? നെഗറ്റീവ് ന്യൂസ് സെൽസ് മോർ. ഞാൻ ഒരു ദിവസം എൻ്റെ PRD അസിസ്റ്റന്റിനെ പറഞ്ഞു, നമുക്കൊരു ന്യൂസ് കൊടുക്കേണ്ടതുണ്ട്, ഇറ്റ് വാസ് റിഗാർഡിംഗ് SIR എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ദിവസം വാർത്ത കറസ്പോണ്ടൻസ് വന്നു, രണ്ടാമത്തെ ദിവസം വന്നു, മൂന്നാമത്തെ ദിവസം വന്നില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇത് ബോറിംഗ് ന്യൂസ് ആണ്, ഇതിലൊന്നും കോൺട്രവേഴ്സി ഇല്ല. സോ ദേ ഡിഡ് നോട്ട് കം ആഫ്റ്റർ third. Anyways, that's all part of life. But it is a fact that why medias are also doing that, because people are liking it. So ഇത് നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. that negative news is selling more. പിന്നെ മൂന്നാമത്തെ ചാലഞ്ച് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഫേക്ക് ന്യൂസ് ഉണ്ട്, AI ജനറേറ്റഡ്, ഫാക്ട് ചെക്ക് ചെയ്യാത്ത AI ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള കുറെ ന്യൂസ് ഉണ്ട്, പോസ്റ്റ് ട്രൂത്ത് ഉണ്ട്. സോ ഇങ്ങനെ കുറെ അധികം ചാലഞ്ചസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നേരിടുന്നത്. അത് ഒരു വർഷത്തിലാണ്. രണ്ടാമത്തെ വർഷത്തിൽ നമുക്കറിയാം there are hundreds if not thousands of schemes. ഏത് നിങ്ങൾ പ്രശ്നം പറഞ്ഞാലും അതിനെ സോൾവ് ചെയ്യാനുള്ള സ്കീംസ് ഉണ്ട്. ഐദർ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഇല്ല കേരളത്തിൽ എസ്പെഷ്യലി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആർക്കെങ്കിലും ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കീം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ എത്രയോ പ്രാവശ്യം അതിരുടെ ഒരു അറിവില്ലാത്തതയോ ഇല്ലെങ്കിൽ അറിവുണ്ടോ പക്ഷേ ഇംപ്ലിമെന്റേഷൻ ഡിഫിക്കൽട്ട് ആണ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ എത്രയോ പ്രാവശ്യം ഈ ഒരു സ്കീംസുകൾ ജനറലിലേക്ക് എത്തുന്നില്ല. ആൻഡ് ബിക്കോസ് ഓഫ് ഓൾ ദ അതർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ social media news
and then negative news is selling more, and then AI news and fake news idella cheyyunnathukondu the news about the actual schemes adella pinnottu povunnundu. So that is the truth of the day. ഒത്തിരി നല്ല സ്കീംസ് ഉണ്ട്, എല്ലാ ഗവൺമെന്റ്സിനും നല്ല സ്കീംസ് ഉണ്ട്. ഇംപ്ലിമെന്റേഷനിൽ ഡെഫിനറ്റ്ലി ചാലഞ്ചസ് ഉണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാം. മെനി സ്കീംസ് നീഡ്സ് ടു ബി engineered, re-engineered properly. But at the end of the day, ഏത് ഗവൺമെന്റിനും അവർക്ക് ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കണമെന്ന് തന്നെയാണ് ആശയം ഉണ്ടാക്കാൻ പോകുന്നത്. And for that, all governments devise schemes to ensure that it reaches the people. ജനങ്ങൾക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് എല്ലാ ഗവൺമെന്റുകളുടെ ഉദ്ദേശം. സോ ഈ ഒരു മീഡിയ കോംപ്ലക്സിറ്റീസ് ഉണ്ടെങ്കിലും എങ്ങനെ ഗവൺമെന്റിന്റെ സ്കീംസ്, എസ്പെഷ്യലി ഈ ഒരു വർക്ക്ഷോപ്പിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീംസ് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. സോ ഈ ഒരു നേതൃത്വം എടുത്ത PABക്ക് ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. സർ, കൺഗ്രാറ്റുലേഷൻസ് ടു യു ആൻഡ് യുവർ ടീം ഫോർ ടേക്കിംഗ് ദിസ് ഇനിഷ്യേറ്റീവ്, ബിക്കോസ് there is so much of noise and so much of this one. How will you separate all these things and deliver the government of India schemes? And this one is a big challenge. ആ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത്. മധ്യകേരളത്തിലെ പല ജില്ലകളിൽ നിന്നുമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇതൊരു വലിയ അവസരമായിരുന്നു. ഇത്രയും അനുഭവസമ്പത്തുള്ള ആളുകൾ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് ചില്ലറയല്ല. ഇനി രണ്ടാമത്തെ കാര്യം പാരമ്പര്യത്തെ ആദരിക്കുക എന്നതാണ്. പുതിയ AI-യെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതിന് മുൻപ് ഈ വേദി ചെയ്ത വളരെ മനോഹരമായൊരു കാര്യമുണ്ട്. അവർ മുതിർന്ന മാധ്യമപ്രവർത്തകനായ MK സുരേഷ് കുമാറിനെ ആദരിച്ചു. സത്യത്തിൽ ഇന്നത്തെ ഈ കാണുന്ന നിലയിൽ നമ്മുടെ ലോക്കൽ മീഡിയ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ഒരുപാട് മുതിർന്ന ആളുകളുടെ വിയർപ്പിന്റെ ഫലമാണ്. പുതിയ തലമുറയ്ക്ക് മുൻഗാമികളോടുള്ള ഒരു ബഹുമാനം അത് ഇവിടെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ജനങ്ങൾക്കും സർക്കാരിനും ഇടയിലുള്ളൊരു പാലമാണ് മാധ്യമങ്ങൾ. അതുകൊണ്ടുതന്നെ സർക്കാർ പദ്ധതികളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം വേണം. സെൻട്രൽ റീജിയൻ പോസ്റ്റ്മാസ്റ്റർ ജനറൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ വേണുഗോപാൽ എടുത്ത സെഷൻ ഇന്ത്യ പോസ്റ്റിന്റെ പദ്ധതികളെക്കുറിച്ചായിരുന്നു. നമ്മുടെ സമൂഹവും പ്രത്യേകിച്ച് യുവതലമുറയും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ലഹരി. നാർക്കോട്ടിക് സെൽ കൊച്ചി സിറ്റി നശാമുക്ത് ഭാരത് അഭിയാൻ മാസ്റ്റർ പരിശീലകനായ റിട്ടയർഡ് SI P. ബാബു ജോൺ നിത്യജീവിതത്തിലെ അഡിക്ഷനുകളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇവിടെ എടുത്തത്. വെറുതെ വാർത്ത കൊടുക്കുക എന്നതിലുപരി നമ്മുടെ സമൂഹത്തെ തിരുത്താനും ലഹരിമുക്തമായ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനും മാധ്യമങ്ങൾക്ക് വലിയൊരു റോളുണ്ടെന്ന് കൃത്യമായ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ സെഷൻ. നാലാമത്തെ ഭാഗം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. AI-യും ഭാവിയുടെ മാധ്യമങ്ങളും. ശില്പശാലയിലെ ഏറ്റവും നിർണായകവും ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ളതുമായ ഭാഗം ഇതായിരുന്നു. ഫാക്ട് ചെക്കറും AI പരിശീലകനുമായ YP ഹബീബ് റഹ്മാൻ നയിച്ച ഈ സെഷൻ ശരിക്കും പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് പുതിയൊരു ലോകമാണ് തുറന്നുകൊടുത്തത്. ഇന്ന് വാട്സാപ്പിലും മറ്റും വ്യാജവാർത്തകൾ കാട്ടുതീ പോലെ പടരുകയാണല്ലോ. ഇതിനെയൊക്കെ എങ്ങനെ തടയാം, AI ടൂളുകൾ വെച്ച് എങ്ങനെ ഞൊടിയിടയിൽ സത്യം കണ്ടെത്താം എന്നൊക്കെ അദ്ദേഹം കാണിച്ചുകൊടുത്തു. AI എന്ന് പറയുന്നത് വലിയ വലിയ അന്താരാഷ്ട്ര ചാനലുകൾക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ നാട്ടിലെ ഓരോ പ്രാദേശിക ലേഖകനും അത് സിമ്പിളായി ഉപയോഗിക്കാമെന്ന് ഈ സെഷൻ തെളിയിച്ചു തന്നു. അപ്പോ ഇവിടെ നമ്മൾ ശരിക്കും കാണുന്നത് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള വളരെ മനോഹരമായൊരു ബ്ലെൻഡിംഗ് ആണ്. ഒരു വശത്ത് ഇന്ത്യ പോസ്റ്റ് പദ്ധതികളും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പോലെ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, മറുവശത്തോ AI ടൂളുകളും ഫാക്ട് ചെക്കിങ്ങും പോലെയുള്ള ഏറ്റവും പുതിയ ടെക്നോളജി. മാധ്യമങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം കൈവിടാതെ തന്നെ ഈ ആധുനിക ടെക്നോളജിയുടെ സ്പീഡിനെയും അക്യുറസിയെയും ഈ വാർത്താലാപ്പ് എത്ര ഗംഭീരമായാണ് കൂട്ടിയിണക്കിയിരിക്കുന്നത് നോക്കൂ. ഒരു യഥാർത്ഥ മാധ്യമപ്രവർത്തകൻ ഈ രണ്ട് കാര്യങ്ങളിലും ഒരുപോലെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത്രയും വലിയൊരു പരിപാടി സക്സസ് ആവണമെങ്കിൽ വലിയൊരു ടീം വർക്ക് വേണമല്ലോ. PIBയുടെയും ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ധന്യ സനൽ കെ, PIB അസിസ്റ്റന്റ് ഡയറക്ടർ SS ലക്ഷ്മിപ്രിയ, മീഡിയ ഓഫീസർ KY ഷാമില, അതുപോലെ മരട് പ്രസ് ക്ലബ് സെക്രട്ടറി MS സുനിൽകുമാർ എന്നിവരൊക്കെ ചേർന്നാണ് സമാപന വേദിയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചത്. ഈയൊരു ഒത്തുചേരൽ നമ്മുടെ ലോക്കൽ മീഡിയ രംഗത്ത് വലിയൊരു എനർജി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഈ പുതിയ AI ടെക്നോളജിയും അതിനൊപ്പമുള്ള സാമൂഹിക അവബോധവും കൂടെ ഒന്നിക്കുമ്പോൾ കേരളത്തിലെ പ്രാദേശിക പത്രപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം ശരിക്കും എന്തായിരിക്കും? എന്തായാലും നമ്മുടെ ലോക്കൽ വാർത്താലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി കരുത്തോടെ, കൃത്യതയോടെ. വ്യാജവാർത്തകളെ തകർത്തെറിഞ്ഞ് ശരിയായ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ കൂടുതൽ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം നമുക്കെല്ലാവർക്കും വലിയൊരു ഗുണമാകുമെന്ന് തന്നെ കരുതാം.